സാധാരണ ചുമ്മാ ഒരാവശ്യമില്ലാതെ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് മെക്കാനിക്കൽ പണി തന്നെ ചുമ്മാ വർക്ക്ഷോപ്പിൽ പോയി ചെയ്തിട്ട് ചുമ്മാ കയ്യിൽ നിന്ന് 100-500 വെച്ച് കളഞ്ഞോണ്ടിരിക്കും. ശരിക്കും വണ്ടിയുടെ ഓയിൽ മാറാനായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് മാറാനായിട്ടും നമുക്ക് ഒരു 10 മിനിറ്റ് നീക്കി വെച്ചാൽ ഒരു 10-15 മിനിറ്റ് നീക്കി വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാല് ഈ കയ്യിൽ നിന്ന് 100-500 പോകുന്ന പരിപാടി നിന്ന് കിട്ടും. അപ്പം ഇന്നിപ്പം ഞാന് നമ്മുടെ ഒരു വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ശരിക്കും സിമ്പിൾ പരിപാടിയാണ്. അപ്പം ബ്രേക്ക് പാഡ് മാറുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ബ്രേക്ക് പാഡ് പൊട്ടിച്ചു വെക്കാം. നമ്മുടെ TVSന്റെ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് സാധനം. അപ്പൊ നമുക്കിനി മാറിയിട്ടേക്കാം. അത്ര ഒരു 1/2 ഇഞ്ച് കനത്തിലുള്ള ഈ ഒരു സാധനമാണ് നമ്മളിട്ട് ഓടിച്ചോടിച്ച് അതിനുശേഷം ഇത് തേഞ്ഞ് അങ്ങ് തീരാറായാൽ പോലും നമ്മൾ ഈ ഒരു 400 രൂപ ലാഭിക്കാനായിട്ട് നമ്മൾ ഇത് മാറത്തില്ല. എന്നിട്ട് ഇത് മാറാത്തോണ്ട് തന്നെ എന്നാ പറ്റും, നമ്മുടെ ഡിസ്ക് തേഞ്ഞ് അവിടെ സ്റ്റെപ്പും ഉണ്ടാവും. ശരിക്കും ഇത് മാറുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ശരിക്കും കാശ് ലാഭം തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ അപ്പാണ് ശരിക്കും കൂടുതൽ. അപ്പം ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എപ്പോഴും നമ്മൾ ബ്രേക്ക് പാഡ് മാറാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിപ്പോ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ജാറാണ്. അപ്പൊ ഈ ജാർ നമുക്ക് ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടേക്കാം. അപ്പൊ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വീൽ സെന്ററിന്റെ പിസ്റ്റനെ നമുക്ക് തള്ളി അടുപ്പിക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പിടുത്തം കാണുമല്ലോ. അപ്പം ഇതിങ്ങനെ ഒന്ന് തുറന്നിട്ടേക്കാം. അപ്പൊ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ അതൊന്ന് വലിച്ചടുപ്പിക്കാൻ പറ്റും. പിന്നെ ബ്രേക്ക് പാഡ് മാറുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു, ബ്രേക്ക് പാഡ് മാറുമ്പോൾ നല്ല എന്തെങ്കിലും പണി വരുമ്പോഴേക്കും ജാക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ 4 നട്ട് ഒന്ന് ഒരു 10% നമ്മളൊന്ന് അയച്ചിടുക. എന്നിട്ട് നമ്മൾ ജാക്കി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീല് തെന്നി പോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഞാനിത് ഓൾറെഡി ഒന്ന് ജസ്റ്റ് 4 ഒന്ന് അയച്ചിട്ടേക്കാണ്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാര്യം ഞാനിവിടെ കിടന്ന് ഈ മരണപ്പെടുത്തം പിടിക്കുന്നത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്കിനി ജാക്കി വെക്കാം, എന്നിട്ട് ബാക്കി പരിപാടി കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ജാക്കി വെച്ചിട്ടുള്ള ജാക്കി പോയിന്റിലല്ല. കാരണം ജാക്കി പോയിന്റ് കയറ്റിട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി സമയം മെനക്കേടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാനായിട്ടാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് കണ്ടു നമ്മുടെ റോക്കർ പാനൽ താഴെയുള്ള ഈ ഒരു പോർഷനിലായിട്ടാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ജാക്കി വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മുറുക്കിയേക്കാം. ജാക്കി ബാക്കിയോടെ മുറുക്കാനായിട്ട് ഞാൻ ലിവർ കയറ്റി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലപോലെ പിടിച്ചോണ്ട് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇനി നമുക്കിത് മുറുക്കിയേക്കാം. ബാക്കിയൂടെ കൈവച്ച് മുറുക്കാവുന്നത് കുറച്ച് മുറുക്കിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു ലിവർ ഇട്ട് പിടിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി നട്ടൊക്കെ കൈക്ക് അങ്ങ് അഴിച്ചേക്കാം. നട്ടെല്ലാം നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വീൽ അങ്ങെടുത്ത് മാറ്റിയാൽ മതി. നമ്മൾ വീൽ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡിസ്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതുണ്ട് നല്ല പോലെ കിടന്ന് ഒരഞ്ഞ് ഇവിടെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. കുഞ്ഞൊന്നുമല്ല, അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് സ്റ്റെപ്പ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വെക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കാലിപ്പർ വന്നേക്കുന്നത്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇപ്പൊ ഇത് നമ്മുടെ അകത്ത് ഇരിക്കുന്ന സാധനമാണ് പിസ്റ്റൺ. ഇവിടെ നമ്മുടെ സിലിണ്ടർ പോർഷൻ വരും. അപ്പൊ ഈ ഒരു ബ്രേക്ക് പാഡ് തീരുന്നതനുസരിച്ച് നമ്മുടെ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് അയഞ്ഞ് വന്നോണ്ടിരിക്കും, ഇങ്ങോട്ട് തള്ളി വരും. അപ്പൊ നമ്മൾ ഈ ഒരു കിടക്കുന്ന ബ്രേക്ക് പാഡ് മാറിയിട്ട് പുതിയ ബ്രേക്ക് പാഡ് ഇടുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പിസ്റ്റണെ അകത്തോട്ട് നല്ലപോലെ തള്ളണം. അപ്പൊ ഞാൻ മുമ്പേ നിങ്ങളോട് ആദ്യം കാണിച്ചില്ലായിരുന്നു ഞാൻ ആ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ഇത് മാറ്റുന്നത്. അപ്പൊ ഈ ഒരു പിസ്റ്റൺ നല്ല ടൈറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ തള്ളി എളുപ്പത്തിൽ മാറ്റാനായിട്ട് അവിടെ ഒരു വാക്കുണ്ട്, നമുക്ക് എളുപ്പത്തിൽ തള്ളി മാറ്റാം. അതിനുവേണ്ടിയാണ് നമ്മൾ തുറന്നിട്ടത്. അപ്പം ഇതിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അകത്തോട്ട് തള്ളി മാറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആയത് തന്നെ നല്ല പോലെ ഇപ്പൊ ഈ എഡ്ജിൽ നിന്ന് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുമായിരിക്കും ആ ഒരു സ്റ്റെപ്പ് വന്നേക്കുന്നത്. ഇതിപ്പോ 1.25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാത്രമല്ല കുറെ ഇങ്ങനെ ലാഭിച്ച് നമ്മുടെ പാടൊന്നും മാറാതിരുന്നിട്ടാണ് ഇത്രയും നല്ലൊരു ഇത് തന്നെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പിസ്റ്റണെ അകത്തോട്ട് എങ്ങനെ തള്ളുന്നത് കാണിച്ചു തരാം. ഈ പിസ്റ്റണെ അകത്തോട്ട് തള്ളാൻ പോണത് ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ എന്തേലും ഞാൻ ഇപ്പൊ സ്ക്രൂ ഡ്രൈവറാണ് ഇടുന്നത്, ഇടുക. അതിനുശേഷം അങ്ങോട്ട് തള്ളി ഒത്തിരി ശക്തി എടുത്തിട്ട് വലിയ കാര്യമില്ല. കാര്യം ഹൈഡ്രോളിക് ആയതുകൊണ്ട് അതിന് തോന്നിയാൽ അത് കയറിപ്പോതുകൊണ്ട് പയ്യെ ഇച്ചിരി സമയം എടുത്ത് തന്നെ പയ്യെ ഇതുണ്ടോ ഇപ്പൊ തന്നെ കണ്ടോ അവിടെ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ നല്ല പോലെ അകത്തോട്ടൊരു ചെറിയൊരു വേരിയേഷൻ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ ഇത് മൊത്തത്തിനെ നമുക്ക് അകത്തോട്ട് തള്ളിക്കയറ്റാം. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം ഞാൻ എടുത്തിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഇത് കൺവേർട്ടബിൾ ആണ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു പോർഷൻ താഴോട്ടിട്ടാല് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ ഒരു ഇതിന്റെ ഈ ഒരു എഡ്ജ് കൊണ്ട് നല്ലപോലെ തള്ളിയായത് നല്ലപോലെ നമുക്ക് അകത്തോട്ട് നല്ലപോലെ ഇച്ചിരി ഒരു എഫേർട്ട് കുറച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തള്ളി ഉള്ളിലേക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള സ്ക്രൂ ഡ്രൈവർ എടുത്താൽ പണി ഇച്ചിരി എളുപ്പമായിരിക്കും. നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലിപ്പർ അഴിച്ചു മാറ്റണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു നട്ട് അഴിക്കുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ആദ്യം നമ്മുടെ ടയർ എടുത്ത് മാറ്റിയിട്ട് ഈ നട്ടഴിക്കും, എന്നിട്ടായിരിക്കും ഈ ഒരു പിസ്റ്റണെ അകത്തോട്ട് തള്ളുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണി മെനക്കേടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മെനക്കേടെന്ന് പറയില്ല, നമുക്ക് പിന്നെ ഇത് അഴിച്ചു മാറ്റിയതിനു ശേഷം പിസ്റ്റണെ അകത്തോട്ട് തള്ളണമെങ്കിൽ നമുക്കൊരു പുള്ളറിന്റെ ഒക്കെ ആവശ്യം വേണ്ടി വരും. അതേസമയം നമ്മള് വീട്ടിൽ ഇപ്പൊ പുള്ളറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പോ ചെയ്ത പോലെ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു നട്ട് അഴിക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നമുക്ക് നല്ലോണം തള്ളിക്കയറ്റാം. അപ്പൊ നമുക്ക് ഈ ഒരു നട്ട് അഴിക്കാനായിട്ട് ഞാനിപ്പോ ഒരു 12-13 റിങ്ങാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മള് ഇതിലെ 12 വെച്ചിട്ടാണ് അഴിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് മേളിലോട്ടാണ് കേട്ടോ അഴിക്കേണ്ടത്, താഴോട്ടല്ല. താഴോട്ട് ഇതിന്റെ
മുറുകുവാണ് ചെയ്യുന്നത്. മേളിലോട്ട് വേണം അഴിക്കാനായിട്ട്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ പിടിച്ച് ഇതിനെ അഴിച്ചെടുക്കാം. അഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ബാക്കി ചെയ്താൽ മതി. നമ്മൾ നട്ട് അഴിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈ ഒരു കാലിപ്പറിന് ഇത് നമുക്ക് പൊക്കാം. അപ്പൊ ഇത് പൊക്കുമ്പോഴേക്കും കണ്ടു, ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇനിയും ഒരു 40% കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഇതെന്തിനാണ് മാറുന്നതെന്ന് ചോദിച്ചാല് ഇതിന് അത്യാവശ്യം ഇത് ഇട്ടിട്ട് ഇപ്പൊ കുറെ ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഇത് ഒരഞ്ഞൊരഞ്ഞ് തീരുമ്പോ മാറ്റുക. പിന്നെന്ന് പറഞ്ഞാല് വണ്ടിക്ക് ഓട്ടമില്ലെങ്കിലും ഇത് ഒത്തിരി ആയി ഇട്ടിട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരഞ്ഞ് തീർന്നില്ലല്ലോ എന്നോർത്ത് മാറാതിരിക്കല്ല. ഒത്തിരി നാളായി ഇട്ടിട്ടെങ്കിൽ മാറണം. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് കല്ലിക്കും. ഇതിപ്പോ ഇങ്ങനെ കിടന്ന് കല്ലിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിതിപ്പോ മാറുന്നത്. ഇനി ഈ ബ്രേക്ക് പാഡ് എങ്ങനെ ഊരുതെന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാല് സാധനം ഊരി വന്നോളും. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്. ഇത് കണ്ടോ. ഇനിയും ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ലപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഫ്രിക്ഷണൽ, ഇതാണ് ഈ മേളിൽ കാണുന്ന ഈ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രിക്ഷണൽ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് ഇവിടെ കിടന്നിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഓരോ ചവിട്ടിനെ ഒരഞ്ഞൊരഞ്ഞ് തീരുന്നത് ഇതാണ്. അപ്പം ഇതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് തീർന്ന് മൊത്തത്തിൽ അങ്ങ് തീർന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഒരു മെറ്റൽ പാർട്ട് കണ്ടോ, അതാണ് നമ്മുടെ ഡിസ്കിൽ ഒരഞ്ഞിട്ട് പിന്നെ ഈ ഡിസ്കിൽ കിടന്നിങ്ങനെ ഒരച്ചൊരച്ച് ഈ ഒരു ഡിസ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകുന്നത് ഇത് ഈ ഇങ്ങനെ വരുമ്പോഴാണ്. അതായത് നമ്മുടെ ഈ ഒരു ഫ്രിക്ഷണൽ മെറ്റീരിയൽ മൊത്തം ഉറഞ്ഞു തീർന്നിട്ട് ഈ മെറ്റല് നമ്മുടെ ഡിസ്കിൽ കിടന്ന് ഉരയും. ബ്രേക്ക് പാഡ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് കണ്ടോ ഈ മേളിലും താഴെ ഇരിക്കുന്നുണ്ടോ, കാണാവോ? ഓക്കെ, ഈ മേളിലും അതുപോലെ തന്നെ ഈ താഴെ ഇരിക്കുന്നതാണ് ഇതിന്റെ സ്ലൈഡർ. ഈ ഒരു ഇത്രോ സ്പേസിൽ കിടന്നിട്ടാണ് നമ്മുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിപ്പം നിങ്ങൾക്ക് ഊരി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ ഊരിയിട്ട് കുറെ ഉണ്ട്, ഇച്ചിരി പിടുത്തമുണ്ട്, ഇച്ചിരി മെനക്കെട്ടാല് ഓക്കെ. കണ്ടോ, അപ്പൊ ഇതാണ് ഇപ്പൊ താഴത്തെ സ്ലൈഡർ ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ലൈഡർ കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഇത് ഞാനിപ്പോ ക്ലീൻ ആക്കാൻ പോകുന്നു. കാരണം ഈ ഒരു സ്ലൈഡർ നല്ല വൃത്തിക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്നാ ഒരു വൃത്തിക്കിരുന്നാല് ഇച്ചിരി ഇവന് നല്ലപോലെ അങ്ങോട്ട് കിടന്നിട്ട് നല്ലൊരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ഓടി കളിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു സ്ലൈഡർ എടുത്തിട്ട് മേളത്തും താഴത്തും 2 എണ്ണം എടുത്തിട്ട് നമ്മളിപ്പോ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കാനായിട്ട് വലിയ ചടക്കൊന്നുമില്ല. ചുമ്മാ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് എന്തെങ്കിലും ബ്രഷോ വല്ല ഇട്ട് കഴുകുക. ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു ഉണക്കച്ചക്കരി ഇട്ട് കഴുകിയതാണ്. അതാണ് അതിന്റെ വീഡിയോ ഒന്നും കാണിക്കാഞ്ഞത്. കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ കഴുകിയിട്ടൊരു കാര്യമില്ല. മെയിൻ ആയിട്ട് കഴുകേണ്ടത് ഈ ഒരു ഇതൊക്കെ കിടന്ന് ഓടുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, ബ്രേക്ക് പാഡ്, അതായത് ഈ ഒരു പോർഷന് അവിടെയാണ് നമ്മളിപ്പോ നല്ലപോലെ കഴുകേണ്ടത്. അപ്പൊ അവിടെ പൊടിയൊന്നും ഇല്ലെങ്കിലാണല്ലോ നല്ലപോലെ അതിന് മൂവ് ആവാൻ പറ്റുന്നത്. പിന്നെ ഇച്ചിരൂടെ നല്ലപോലെ മൂവ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് അവിടെ ഗ്രീസോ വേറെ ഓയിലൊന്നും ഇട്ട് കൊടുക്കല്. കാരണം നമ്മൾ അങ്ങനെ വല്ല അതിബുദ്ധി കാണിച്ചാല് ഈ ഗ്രീസ് അല്ലെങ്കിൽ ഓയിൽ നേരെ ഇറങ്ങിയിട്ട് ബ്രേക്കിലോട്ട് വീണിട്ട് പിന്നെ ചവിട്ടിയാൽ പോലും ബ്രേക്ക് കിട്ടാത്ത സിറ്റുവേഷൻ ഒക്കെ വരും. അതുകൊണ്ട് ഒത്തിരി അതിബുദ്ധി ഒന്നും എടുക്കാൻ പോകില്ല. നമ്മൾ എടുത്ത പോലെ തന്നെ നമ്മുടെ 2 സ്ലൈഡേഴ്സും തിരിച്ച് കഴുകിയിട്ട് അതേപടി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ അടുത്ത വരെ നമ്മുടെ ബ്രേക്ക് പാഡ് ഇട്ട് കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ ബ്രേക്ക് പാഡ് ഇടുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി എളുപ്പത്തില്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടാല് നമുക്ക് ഇച്ചിരി പാടായിരിക്കും, ഇച്ചിരി നമ്മളൊന്ന് തള്ളേണ്ടി വരും. അതേസമയം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കയറ്റി വെക്കുക. അതിനുശേഷം ഇവനെ നേരെ ഇങ്ങോട്ട് തള്ളിയാൽ മതി. കണ്ടോ, ഇച്ചിരി എളുപ്പമുണ്ട് കയറ്റി വെക്കാനായിട്ട്. മറ്റേ പോലെ നേരെ ഇങ്ങനെ തള്ളിയാൽ ഇച്ചിരി പാടായിരിക്കും നിങ്ങൾക്ക് കയറ്റി വെക്കാനായിട്ട്. ഇവിടെ ഇട്ട പോലെ തന്നെ നമുക്കിനി അപ്പുറത്ത് വിട്ട് കൊടുക്കാം. ഇത്ര ഉള്ള പരിപാടി. ഇനി എല്ലാം നേരെ റിവേഴ്സ് അടിക്കുക. അതായത് പൊക്കി വെച്ച സാധനം നേരെ താത്ത് വെക്കുക. അപ്പൊ നമ്മുടെ കാലിപ്പറ താത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇത് കണ്ട് നല്ല പോലെ ഇതിങ്ങനെ താന്നിരിക്കണം. ഇതാണ് ഇങ്ങനെ താന്നിരിക്കേണ്ടത്. നിങ്ങൾ പിസ്റ്റൺ തള്ളുമ്പോഴേക്കും നോക്കിക്കണം കറക്റ്റ് ആയിട്ട് രണ്ടിനും കയറാനുള്ള ഇടയുണ്ടോ എന്ന്. ഇപ്പം ഞാൻ തള്ളിയവ കറക്റ്റ് ആയിട്ട് രണ്ടും കയറാനുള്ള ഇടയുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇട്ടതിന് ശേഷം ഇവിടുന്ന് പിന്നെ ഒന്ന് തള്ളിയിട്ട് അതിനെ നല്ലപോലെ ഉള്ളിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇത്രയാണ് പരിപാടി. ഇനിയിപ്പം നമുക്ക് നമ്മൾ ഊരിയ നട്ട് ഒക്കെ തിരിച്ചിടാം. ഇനിയിപ്പം നമ്മൾ താഴത്തെ നട്ട് അഴിച്ച് ഞാൻ ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ടൈറ്റ് ആക്കി വെച്ചേക്കാം. കൈകൊണ്ട് മുറുക്കാന്നത്ര ഞാൻ കൈകൊണ്ട് മുറുക്കിയിട്ടുണ്ട്. ഇപ്പൊ ബാക്കി ഞാൻ നമ്മുടെ റിങ് ഇട്ട് പിടിക്കുകയാണ്. ഇതാണ് അത്യാവശ്യം നല്ല മുറുകിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സംഭവം സെറ്റാണ്. ഇനിയിപ്പോ നമുക്ക് വീലൊക്കെ എടുത്ത് തിരിച്ചങ്ങ് വെച്ചാൽ മതി. ടയർ വെക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ ആ പിസ്റ്റൺ ഒന്ന് കയറി വരുന്നത് ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക് ഔട്ടുമ്പോഴേക്കിന് ജിഷ്ണു ചേട്ടാ ബ്രേക്ക് ഒന്ന് ചവിട്ടിക്കേ. കണ്ടോ, ബ്രേക്ക് ഔട്ടുമ്പോഴേക്കിന് കണ്ടോ ആ പിസ്റ്റൺ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അകത്ത് കിടന്നിട്ട് ഈ പിസ്റ്റൺ ഇതിന് ഇങ്ങോട്ട് തള്ളുമ്പോഴേക്കിനും ഇത് മൊത്തത്തോടെ ഈ ഒരു കിറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ബ്രേക്ക് പാഡും കൂടെ അങ്ങോട്ട് ഇങ്ങനെ തള്ളും. അങ്ങനെ 2 ബ്രേക്ക് പാഡും കൂടി ഇങ്ങനെ സെന്ററിലോട്ട് വന്നിട്ട് ഇവനെ അങ്ങ് കടിച്ചങ്ങ് പിടിച്ചിരുന്നോളൂ. പരിപാടികളെല്ലാം കഴിഞ്ഞു. ടയർ കയറ്റി വെച്ചു, നട്ടിട്ട് മുറുക്കാൻ പോവാണ്. അപ്പൊ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് ശരിക്കും ഒരു 5 തൊട്ട് 10 മിനിറ്റിന്റെ വരെ പരിപാടിയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാറുന്നതിനിടയ്ക്ക് നിങ്ങളായിട്ട് ഇങ്ങനെ ഓരോ സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് ഇത് ഡ്യൂറേഷൻ ആയതുള്ളൂ. ഈ വീഡിയോയുടെ ലെങ്ത് ഒന്നും എന്തായാലും നമുക്ക് ബ്രേക്ക് പാഡ് മാറാനായിട്ട് വരുന്നില്ല. അപ്പം ഈ ഒരു 4 നട്ടും കൂട്ട് അങ്ങ് മുറുക്കിയാല് പരിപാടി എല്ലാം സെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇപ്പം ബ്രേക്ക് പാഡ് എന്തെങ്കിലും മാറണം എന്നുണ്ടെങ്കിൽ
വീട്ടിൽ തന്നെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മാറേണ്ട ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചുമ്മാ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നിങ്ങൾ കാശ് മുടക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പം ഇന്നത്തെ പരിപാടിക്ക് ഇത്രയാണ്. എന്നത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷനോ സംഭവങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേച്ചാൽ മതി. പിന്നെന്താ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഞെക്കിയിട്ട് ഓള് തന്നെ ഞെക്കുക. എന്നാൽ മാത്രമായിരിക്കും ഞാൻ എടുത്ത ഓരോ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ